ജപ്പാനിൽ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ രാവിലെ 7:30 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായി. കട്ടം മാറ്റി നോക്കിയപ്പോഴത്തേക്കും പുറത്ത് കാനോണിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഓഫീസിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിക്കുന്നത്. പെട്ടെന്ന് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നപ്പോഴത്തേക്കും നീണ്ട നിര തന്നെയുണ്ട്. ക്യൂവിൻ്റെ കാര്യത്തിൽ ജപ്പാൻകാർ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. വളരെ സമാധാനപരമായി തിരക്ക് കൂട്ടാതെ ക്യൂ നിന്ന് അതിനകത്ത് കയറാൻ പറ്റും. കയറുമ്പോൾ തന്നെ നമുക്കവിടെ നമ്മുടെ ടേബിളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി ജ്യൂസസും ഒരേ വെറൈറ്റി ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ കരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവിടെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് അവരുടെ ഫുഡിൻ്റെ സ്ട്രക്ചർ. അവരുടെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ 7:30 ആയപ്പോൾ ചെന്നപ്പോഴത്തേക്കും ബസ് റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ബസ് കയറി ബസ് എടുത്തു. ട്രാഫിക്ക് കുറഞ്ഞ വഴികളിൽ കൂടെയാണ് വന്നത്. മാത്രമല്ല സിറ്റിയിൽ ഉടനീളം ടണൽസിൽ കൂടെയാണ് നമ്മുടെ വാഹനം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഒരു ഹോണിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ട്രാഫിക് തെറ്റിക്കലോ ഒന്നും കാണാനില്ലാത്ത, നമുക്ക് കേരളത്തിൽ നിന്ന് പോയതുകൊണ്ട് ഇതൊക്കെ ഇല്ലാതിരുന്ന റോഡാണെന്ന് നമുക്ക് തോന്നില്ല. എന്തായാലും കൃത്യസമയത്ത് തന്നെ നമുക്ക് സിഗ്മയുടെ ഓഫീസിൽ എത്തിച്ചേരാൻ പറ്റി.